ഹായ്, ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ബർത്ത്ഡേ കാർഡാണ്. ഒരു കപ്പ് കേക്ക് ബർത്ത്ഡേ കാർഡ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പെൻസിലോ പെന്നോ എടുത്തിട്ട് ഒരു കപ്പ് കേക്ക് വരച്ചെടുക്കണം. എന്നിട്ട് അത് കത്രിക കൊണ്ട് ഇതുപോലെ സൂക്ഷിച്ച് കട്ട് ചെയ്തെടുക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്, കുഞ്ഞു കുട്ടികൾ ഫ്രണ്ട്സിന് ഇങ്ങനൊരു ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് അത് ഫ്രണ്ട്സിന് എന്തായാലും ഇഷ്ടമാവും. അത് പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് ആകുമ്പോൾ അത് സ്പെഷ്യലാവും അല്ലേ? ഇങ്ങനെയുള്ള ക്യൂട്ട് ഐറ്റംസ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും ചാനൽ കയറി നോക്കിക്കോളൂ. ഇനിയും കുറേ ക്യൂട്ട് ഐറ്റംസ് എന്തായാലും വരുന്നുണ്ട്. അങ്ങനെ കപ്പ് കേക്കിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറൊരു കളർ പേപ്പർ എടുക്കുക. സെയിം കളർ തന്നെയാണെങ്കിൽ വലിയ ഭംഗി ഉണ്ടാവില്ല. വേറെ കളർ പേപ്പർ എടുത്തിട്ട് കപ്പ് കേക്കിൻ്റെ ആ കപ്പ് വരുന്ന ഭാഗമല്ലേ, ആ ഭാഗത്ത് വെച്ചിട്ട് ആ കപ്പിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഓറഞ്ചും പർപ്പിളുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതുപോലെ കപ്പിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഷേപ്പ് ഇപ്പോൾ കപ്പ് കേക്കിൻ്റെ ആ ഷേപ്പ് കട്ട് ചെയ്തെടുത്തില്ലേ, ആ ഷേപ്പ് അതിൻ്റെ ഒരു സൈഡ് മാത്രം, അതായത് ലെഫ്റ്റ് സൈഡ് ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിക്ക് ആ ലെഫ്റ്റ് സൈഡ് വരുന്ന ഭാഗം കുറച്ച് ഭാഗം ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിക്ക് അത് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ പശ തേക്കുന്നില്ലേ, ആ പശ തേക്കുന്ന അതുപോലെ അവിടെ മാത്രം പശ തേച്ചിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, ഇതിങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും, ക്ലോസ് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വിഷസ് എഴുതാം. എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഹാപ്പി ബർത്ത്ഡേ എന്നാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ ഉള്ളിൽ എഴുതാം. അങ്ങനെ അതിവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ ഈ കപ്പ് കേക്കിൻ്റെ ക്രീം വരുന്ന ഭാഗത്ത് ഇതുപോലെ സ്പ്രിങ്കിൾസ് ഇല്ലേ, അത് ഒട്ടിച്ചു കൊടുക്കുക. എങ്ങനെയാണ്, ഇതുപോലെ കുറേ കളറുള്ള പേപ്പർ ഉണ്ടാവില്ലേ, അതിങ്ങനെ ചെറുതാക്കി ഇതിൽ കാണുന്ന പോലെ ഇതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ സ്പ്രിങ്കിൾസായി. അങ്ങനെ അത് ഓരോന്നും ഒട്ടിച്ചു കൊടുത്താൽ ഭയങ്കര ക്യൂട്ടായി കാണാൻ. ഇനിയിപ്പോൾ എന്താ വേണ്ടേ, കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കുക അല്ലേ. നല്ല ക്യൂട്ടായിട്ടുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടം, ഇപ്പോൾ ഇമോജിയിൽ കാണുന്ന പോലെ ഏത് എക്സ്പ്രഷനാണോ ഇഷ്ടം അത് വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു സ്മൈലി പോലെയാണ് വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇതോടെ വരച്ചു കൊടുത്താൽ കംപ്ലീറ്റായി. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് മുകളിലൊരു ചെറി വേണ്ടേ. ആ ചെറിക്ക് ഒരു റെഡ് പേപ്പർ റൗണ്ടാക്കി കട്ട് ചെയ്തിട്ട് അതും എടുത്തിട്ട് ഈ ചെറി വരുന്ന ഭാഗത്ത് അത് ഒട്ടിച്ചു കൊടുത്താൽ അങ്ങനെ ക്യൂട്ടായിട്ടുള്ള കാർഡ് റെഡിയായി. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഈ ക്യൂട്ടായിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.